മഹാദേവാ, അവിടുത്തെ കാരുണ്യം കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല. വേല ചെയ്ത് ജീവിക്കാൻ വയ്യാത്തോണ്ടല്ല, മടിയുണ്ടാ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഉടായ്പ വൈദ്യന്റെ വേഷം. ഇന്ന് ഏതെങ്കിലും ഒരു മണ്ടനെ അയച്ച് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് സർവസിദ്ധ വൈദ്യൻ വൈദ്യരേ, അകത്തേക്ക് വരാവോ? പ്രാർത്ഥിച്ച് തീരുമ്പോതാ വന്ന് കിടക്കുന്നേ. ആര് കിടക്കുന്നെന്ന്? അല്ല, ഒന്നുമില്ല, ഇരിക്കും. ഇരിക്കാൻ ഒട്ടും നേരമില്ല. വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ നിൽക്കാം. എന്താ വന്നത്? ഞാൻ എന്റെ കുഞ്ഞമ്മയുടെ കല്യാണം പറഞ്ഞു വന്നതാ. കൊച്ചച്ഛന്റെ അറിവോടെ തന്നെയാണോ? എന്റെ പൊന്നു വൈദ്യരെ, മണ്ടത്തരങ്ങൾ വിളമ്പാറാ. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ചോദിച്ചോളൂ. ഇവിടെ കിടത്തി ചികിത്സയുണ്ടോ? ഇല്ല, ചികിത്സിച്ച് കിടത്തും. അല്ല, വേണമെങ്കിൽ ചേട്ടത്തിയെ ചികിത്സിക്കും. ചേട്ടത്തെ ചികിത്സിക്കൂ? അല്ല, കിടത്തി ചികിത്സിക്കും. ഞാൻ കേട്ടത് ചേട്ടത്തെ ചികിത്സിക്കുന്നാ. പിന്നെ വേറെ ഈ ഉഴിച്ചിലോ പിടിച്ചിലോ ഒക്കെ ഉണ്ടോ? ഉഴിച്ചിലില്ല, പക്ഷെ അവസാനം ഒരു പിഴിച്ചിലുണ്ട്. എനിക്ക് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനൊരു പാവപ്പെട്ടവനാണ്. പിന്നെ എനിക്ക് വേറെ ചില സംശയങ്ങൾ ചോദിച്ചു. ഈ സർവസിദ്ധ വൈദ്യനാവുമ്പം എല്ലാ ചികിത്സയും ഇവിടെ കിട്ടുമല്ലോ? എല്ലാം ഉണ്ട്, ജ്യോതിഷമുണ്ടല്ലോ. എല്ലാം. അപ്പൊ ഈ വിഷ ചികിത്സയുണ്ടോ? പിന്നെ വിഷം ഇറക്കിയിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം. എന്നിട്ടാണ് ആ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതല്ല, കടിച്ച പാമ്പിനെ വരുത്തി വിഷം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ. എന്നാ അടുത്ത ചോദ്യം, ഈ പാമ്പ് കടിച്ചാലേ വിഷം മേപ്പോട്ട് പോവോ താപ്പോട്ട് പോവോ? പോട്ട് പോവും. എന്നാ പാമ്പ് പോയി കിടന്ന് ഊഞ്ഞാലാടാൻ പറ. പാമ്പ് മെനഞ്ഞാന്ന് എന്റെ ഉച്ചിയിലാ കടിച്ചത്. വേണ്ട, നീ സംശയം ഒന്നും വേണ്ട. പേര്? പേര് ചാണ്ടി. വയസ്സറിഞ്ഞില്ല. ഇത്രേ നാളായിട്ടും? വളരെ കുട്ടിക്കാലത്ത് തന്നെ എന്റെ അമ്മയും അച്ഛനും ആക്സിഡന്റിൽ പെട്ട് മരിച്ച്. പിന്നെ എന്റെ അമ്മമ്മയെ പോറ്റി വളർത്തിയത്. അമ്മൂമ്മ ഏത് പോറ്റി വളർത്തി? അമ്മമ്മയെ ഒരു പോറ്റിയും വളർത്തിയില്ല. അമ്മൂമ്മ എന്നെ പോറ്റി വളർത്തി. എന്നാലൊരു 60. 60 കൂടുതൽ, 30 മതി. അതല്ല, തന്റെ വയസ്സ് 60. ഇത്തിരി കൂടുതലല്ലേ? കുറയ്ക്കാം. എന്താണ് ഇനി തന്റെ അസുഖം? എന്റെ പൊന്നു വൈദ്യരെ, ഒന്നും പറയണ്ട. ഈ പേശികളെല്ലാം കൂടെ കൊളുത്തി വലിക്കുന്ന ഒരു വേദന. അയ്യോ, വലിക്കാത്ത ഒരു പേശി? ഒരു പേശി ഇല്ല, അതും പോയി. തനിക്ക് എന്തോടാ ജോലി? എനിക്ക് പാചകം. ഞാൻ പലയിടത്തും പോയി പലർക്കും പല പല ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവരെല്ലാം തിന്നിട്ട് ദൈവദോഷം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ എന്തുവാ ചെയ്യണ്ടേ? എനിക്കിതിനെല്ലാം കൂടെ ഒരു ഒറ്റമൂലി പരിഹാരമുണ്ട്. എന്തിനുമുണ്ട്? ഇത് കമ്പനിയുമുണ്ട്. കമ്പനിയാണെങ്കിൽ ഞാനും ഉണ്ട്. അതല്ല, സംഭവം ഉണ്ട്. അത് ഞാൻ പിന്നീട് കുറിച്ച് തരാം. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? പിന്നെ എന്റെ ഫാമിലി പ്രശ്നം. ഞാൻ എന്റെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് വീടൊന്നുമില്ലേ? ഞാൻ അവിടെ കിടന്ന് ശീലമായിപ്പോയി. അതുകൊണ്ട് എന്റെ അമ്മാവനും അളിയനും ഒരു വിലയും നിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സഹോദരങ്ങളില്ലേ? ഞാൻ ആണും പെണ്ണും കെട്ടവനായിട്ട് ഒറ്റ ഒരുത്തന. ആണും പെണ്ണുമായിട്ട് ഒരു മോന. നന്നായി. ഈ ബുക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു, നല്ലതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഒരു പേജ് ഇങ്ങോട്ട് എടുത്ത. ദൈവമേ, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടവന്. എന്തൊരു പ്രാർത്ഥന? ബുക്ക് മാറിപ്പോയി, സോറി. അല്ല, അത് മതിയായിരുന്നു. വേണ്ട. ദൈവമേ, ഇനിയെങ്കിലും ഒരു കുഴപ്പം വരുന്നത്. എന്റെ ജീവിതമാണെ മുന്നോട്ട് പോകണം. അതിന് നല്ലൊരു പേജ് തുറന്നു തരണേ എന്റെ ദേവി. ഫുലാൻ ദേവി. ആരായി ഫുലാൻ ദേവി? വടക്കേന്റെ ഉള്ളൊരു ദേവിയാ, ഭയങ്കര ശക്തിയാ. അയ്യോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം കള്ളിയാങ്കാട്ടി നീലിയുടെ ഭാഗമാണല്ലോ. അതാണല്ലോ എന്റെ പ്രാർത്ഥന ഫലിച്ചില്ല. അതല്ല, കള്ളിയാങ്കാട്ടി നീലിയുടെ ഭാഗം തന്നെ. പക്ഷേ ഈ കള്ളിയാങ്കാട്ടി നീലി ആകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോക്കുവരവുണ്ട്. അതെന്റെ പെണ്ണും പിള്ളയും പറയാറുണ്ട്. കുറെ നാളായിട്ട് പോക്കുവരവുണ്ട്. പിടിക്കുന്നതിന്റെ അന്ന് എന്റെ കട്ടയും പടവും മുടങ്ങുന്നു. ആ പോക്കുവരവല്ല, ആ പ്രശ്നം വിട്. നിങ്ങൾക്ക് വീട്ടിൽ ഒരു വില വേണം. അതല്ലേ? അതെ, എനിക്കവിടെ നിന്ന് നെഞ്ചും വിരിച്ച് നിൽക്കണം. ആ നില കണ്ട് എന്റെ അമ്മാവനും അളിയനും എന്റെ കാലിന്റെ കീഴേ വന്ന് വീഴണം. വീഴും. നിങ്ങളെ ഭാര്യ വലിയ കുഴപ്പമില്ലല്ലേ? ഇല്ല. നിങ്ങൾക്ക് സമയത്ത് ചോറ് തരുമോ? തരാറുണ്ട്. നിങ്ങളുടെ വസ്ത്രമൊക്കെ അങ്ങോട്ട് അലക്കി തരുമോ? അലക്കി തരാറുണ്ട്. ചിലപ്പോ കൂടെ ഇട്ട് എന്നെ അങ്ങ് അലക്കും. അതെന്ത്? അവളെ ഒരു മഞ്ഞച്ചേര മലന്ന് കടിക്കുന്നല്ലേ പറയുന്നത്. ഇവക്ക് ദേഷ്യം കമന്ന് കിടന്നാലും മലന്ന് കിടന്ന് എന്നെ കടിച്ചു കളയും. നിങ്ങളെ കടിക്കുമെന്ന്? ഇവിടെ അത്രയും കടിച്ചില്ലേ. അങ്ങനെ ദേഹം മൊത്തം പാടായപ്പോ ആൾക്കാർ ചോദിച്ചപ്പോ ഞാൻ ഒരു കള്ളത്തരം പറഞ്ഞു, ഞാൻ ടാറ്റു അടിച്ചേക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കടി കൊണ്ട് സഹിക്കാൻ പോയതായപ്പം ഞാൻ എൻ്റെ അമ്മാവിയമ്മയെ എടുത്ത് പറഞ്ഞു, അമ്മ അവളെ ദേഹോദ്രവം നിർത്താൻ പറ. ഞാൻ ദേഹോദ്രം സഹിക്കാം, അതൊക്കെ പോട്ട്. അവൾ എന്നെ ഈ ഇട്ട് കടിക്കുന്നതിൻ്റെ അവൾ ആ കടിയൊന്ന് കുറയ്ക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞതും അവര് വേറെ എന്തൊക്കെ മനസ്സിലായി തെറ്റിദ്ധരിച്ച് ഇറങ്ങി ഒറ്റ പോക്ക. നിങ്ങൾ അങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ വേണം അവിടെ കിടന്ന് കടി കൊണ്ട് ഊപ്പാട് വരട്ടെന്നാ എനിക്ക് തോന്നുന്നത്. പ്രശ്നം നിങ്ങൾക്കാണെന്നാ. നിങ്ങളെ ഒന്ന് നോക്കിയാലോ? എന്തോ നാള്
എന്റെ നാള് ആയില്യം. ആയില്യം മകത്തിലോട്ടൊന്ന് കേറിയിട്ടുണ്ട്. ആയില്യം നഖത്തിൽ കയറുമ്പോ വേദന എടുക്കത്തില്ലേ? നഖമല്ല, മകം. ഓ, മകം. നമുക്ക് ഈ കവടി കറക്കി ഒന്ന് നോക്കിയാലോ? നോക്കിയോ. ഓ, ഓടാമഞ്ഞ് മന്ത്രങ്ങളൊക്കെ അറിയാല്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, മാരകമായ പ്രശ്നമുണ്ട്. ഈ കവടിയൊക്കെ കയ്യിലങ്ങോട്ട് കിടന്ന് കുരുങ്ങുക. അയ്യോ, കവടി ഉടഞ്ഞല്ലോ. ഇപ്പൊ എന്താ പറയും ഇതില്ലാതെ ഒന്നും. ഹലോ, ഒരു ചെറിയ പ്രശ്നം. എന്തെന്ന്? വേറൊന്നുമല്ല, അത് ഞാനിപ്പോ എങ്ങനെ പറയുന്ന. എന്താണെങ്കിലും പറഞ്ഞു, ഞാൻ കേൾക്കാൻ സന്നദ്ധനാ. നിങ്ങളുടെ കവടി ഉടഞ്ഞു പോയി. അയ്യോ, എന്റെ കവടി ഉടഞ്ഞത്. എന്റെ കവടി നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? വൈദ്യരെ കവടി ഉടയുമ്പോഴും എന്റെ പ്രശ്നം ഒന്നും ആവുന്നില്ലല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, കന്യാകുമാരിന്ന് പുതിയ കവടി വരുത്തി ഞാൻ നിങ്ങളുടെ പ്രശ്നം തീർക്കും. പിന്നെ ഇനി കന്യാകുമാരിന്ന് പുതിയ കവടി വരുത്തി എന്റെ പ്രശ്നം തീർക്കുന്നതിനെ കഴിയും ഞാൻ എന്റെ പെണ്ണുമുള്ളയുടെ കടി കൊണ്ടുവിടെ കിടക്കുന്നല്ലേ നല്ലത്. കടി കൊള്ളാൻ വരട്ടെ. ഈ ഉടഞ്ഞ കവടിയില് നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ട് പിടിച്ചു നോക്കിയാലോ? എന്നാ നോക്ക്. വൈദ്യരെ മന്ത്രമൊക്കെ ഞാൻ ഒരു ഇതങ്ങ് പഠിച്ച്. ഇനി വൈദ്യരടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മേല എങ്ങും പോയി ഇതേ കണക്കൊരു ഉടായ്പ വൈദ്യന്റെ വേഷം കെട്ടരുത്. ഇറങ്ങി പോടാ അവിടുന്ന്.